ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് എൻ്റെ ഒരു റീസെറ്റ് ഡേ ആണ്. അതായത് ഇനിയിപ്പോൾ എനിക്ക് വരുന്ന ആഴ്ചയിലെല്ലാം നൈറ്റ് ഷിഫ്റ്റ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് എനിക്ക് കുക്ക് ചെയ്യാനൊന്നും കിച്ചണിൽ കയറി മരം മറിച്ച് പണി ചെയ്യാനൊന്നും ഒരുപാട് സമയം കാണത്തില്ല. സോ ഞാൻ എന്ത് ചെയ്യും, കുറച്ചധികം സാധനങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീക്ക് ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളുമല്ലോ. ഇത് ഞാൻ നോക്കുന്നതാണ് ഗൈസ്. എൻ്റെ മുടി ഇന്നലെ കുളിച്ചതാടാ, പിന്നെ എന്ത് ഫ്രിസിയായി നോക്കിന്ന് ഒന്നുകൂടെ കുളിക്കണം. എനിവേസ് നമുക്ക് ഇന്ന് രാവിലെ തൊട്ടപ്പോൾ പരിപാടികളാണ്, എല്ലാം ഉണ്ടാക്കി വെക്കണം. സോ രാവിലെ തന്നെ പല്ല് തേച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങി, അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടാവില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ദോശയുണ്ട്, പക്ഷേ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഫ്രൂട്ട് ബൗളിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് ഒരു റാൻഡം ഫ്രൂട്ട്സ് ഒക്കെ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ പെയർ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ഗ്രേപ്സ് ഉണ്ട്, ചെറി ഉണ്ട്. ഇതെല്ലാം കൂടി ഒരു ബൗളിലിട്ടിട്ട് കുറച്ച് യോഗേർട്ട്, പിന്നെ ഹണി, പിന്നെ വാനില എസൻസ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇറ്റ്സ് ലൈക്ക് ഫ്രൂട്ട്സ് അല്ല അല്ലേ, ഇറ്റ്സ് ഗുഡ് ഫോർ ബോഡി. സോ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിന്ന് ഉണ്ടാക്കാനുള്ളത് കടലക്കറി വെക്കണം, ചിക്കൻ കറി വെക്കണം, പിന്നെ ചപ്പാത്തി മാവ് കുഴച്ച് വെക്കണം, പാലപ്പത്തിൻ്റെ മാവ് അരച്ച് വെക്കണം, പിന്നെ ചോറ് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ചോറിന് കൂട്ടാനായിട്ട് ചമ്മന്തിയും പൊട്ടിട്ടോയും. ഇത് ഇത്രയാണ് നമുക്കിന്ന് വെക്കാനുള്ള പരിപാടി. സോ ഫസ്റ്റ് തന്നെ കടല ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചു. പിന്നെ ഞാനിപ്പോൾ അതേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിയാണ്, ഉള്ളിയൊക്കെ അരിയാണ്. ഇത് ചിക്കൻ കറിക്കും കടലയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് മാരിനേറ്റ് ചെയ്യണം. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഉപ്പ്, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ്, പിന്നെ നോർമൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ആ പരിപാടിയൊക്കെ ഉണ്ട്. അതായിട്ടും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മളെടുത്ത് കുറച്ച് നാരങ്ങാനീരുകൊണ്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിനുള്ളതനുസരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കടലക്കറി വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കാം. പിന്നെ ഒരു പ്രോട്ടിപ്പാണ് ഗൈസ്, ഇത് അമ്മ പറഞ്ഞു തന്നെയാണ്. എന്ത് പാത്രം എടുത്താലും അപ്പം തന്നെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിങ്കിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കില്ല. സോ ഇത് ഞാൻ മോസ്റ്റ്ലി ഫോളോ ചെയ്യാറുണ്ട്. എനിവേസ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കടലക്കറി വെച്ചു, ചിക്കനും വെച്ചിട്ടുണ്ട്. പിന്നെ കടലക്കറിക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട്. കടല അപ്പുറത്ത് കുക്കറിലും വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനുള്ളതും റെഡിയാക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ ആദ്യം കറി വയ്ക്കുന്നതിന് മുന്നേ ഫ്രൈ ചെയ്യും ഗൈസ്. അപ്പം എനിക്കിഷ്ടമാണ്. ആ ഫ്രൈ ചെയ്യുന്നതിൽ ഒരു പീസ് എടുത്ത് കഴിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. സോ കടലക്കറി റെഡിയായി, ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറി റെഡിയായപ്പോൾ ഞാൻ ദോശ കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വെച്ചു. എനിവേ കുറച്ച് ദോശമാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2 ദോശയും ഇച്ചിരി ചിക്കൻ കറിയും കൂടെ കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കണം. ചുട്ടരച്ച ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലപ്പത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കാം. സോ ഇത് ചപ്പാത്തി മാവിൽ, ഇതും ഒരു പ്രോട്ടിപ്പാണ് ഗൈസ്. ചപ്പാത്തി മാവിൽ നമ്മൾ ഇച്ചിരി തൈര് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി. നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് തന്നതാണ്. സോ നമുക്ക് പാലപ്പത്തിൻ്റെ മിക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് തേങ്ങാപ്പാലും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പാലപ്പമാവും റെഡിയാവും. പിന്നെ നാളത്തേക്ക് ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ, നോർമൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ അങ്ങ് പൊന്തി വന്നോളും. സോ അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു.